തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ എന്താ തലയെടുപ്പോടുകൂടി ചെമ്പൂക്കാവ് ഭഗവതിയുടെ തടം പിരിച്ച് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ ഒരേ ഒരു രാമൻ രാമരാജാവ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈംസ് ലെജൻഡ് അല്ലെങ്കിൽ ഈ പറയുന്ന ഏക ഛത്രാധിപതി എന്ത് വാക്കിട്ട് വിശേഷിപ്പിച്ചാലും രാമൻ അത് മതിയാവില്ല. രാമനൊക്കെ അതുക്കും മേലെയാണ് എന്ന് ഉറപ്പായും പറയാം. അത്രത്തോളം ആരാധകരുള്ള അത്രത്തോളം വൈകാരികാവേശം ഉയർത്താൻ കഴിയുന്ന ഒരു ആന അവിടെ നിൽക്കുകയാണ്. അത് ചെമ്പൂക്കാവ് ഭഗവതിയുടെ ഇടം പേറ്റിയ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രന്റെ പിന്നാലെ 2-3 ആനകൾ കൂടി വരുന്നുണ്ട്. നേരത്തെ നമ്മൾ കണ്ടത് ഒരാന ഇവിടെ ഇറങ്ങി വലം വെച്ച് ഇറങ്ങി പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ പിന്നാലെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവിടെ വന്ന് അല്പസമയം ചെലവിട്ടതിന് ശേഷമാണത് അതങ്ങോട്ടേക്ക് നടന്നങ്ങ് പോവുക. എന്തായാലും രാമൻ ഈ പൂരനഗരിയുടെ എല്ലാ വർഷത്തെയും പൂരത്തിന്റെ കാഴ്ചയാണ് രാമൻ. അത് ഈ പറയുന്ന പൊലിമയില്ലാത്ത പ്രൗഢി കുറച്ച പൂരം എന്നൊക്കെ പറയുമ്പോൾ പോലും ആ രാമന്റെ തലപ്പൊക്കം, രാമന്റെ പ്രൗഢി, രാമന്റെ പൊലിമ അതേതെങ്കിലും കാലത്ത് അതിന് ക്ഷതം സംഭവിക്കുന്നതേ ഇല്ല എന്നുള്ളതാണ് രാമൻ ആരാധകരുടെ ഉറച്ച വിശ്വാസം. ആ തലപ്പൊക്കത്തിൽ രാമൻ അത് അവിടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ചെവികൾ ആട്ടിക്കൊണ്ട് തുമ്പിക്കൈ 3 തവണ ഉയർത്തി തന്നെ കാത്തു നിൽക്കുന്ന ആയിരക്കണക്കിനായ നൂറുകണക്കിനായ പ്രിയപ്പെട്ട ആരാധകരെ സല്യൂട്ട് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ തുമ്പിക്കൈ സല്യൂട്ട് ചെയ്തുകൊണ്ട് അവിടെ ഒന്ന് നിൽക്കുന്നു. 3 ആനകൾ അവിടെ ഒന്ന് ഒരേ നിരയിൽ അങ്ങനെ നിൽക്കുന്നു. എത്ര ആനകൾ നിൽക്കുമ്പോഴും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ തലപ്പൊക്കം അത് ഒന്നൊന്നര തലപ്പൊക്കമാണ്. ആ കാഴ്ച ഒന്നൊന്നര കാഴ്ചയാണ്. അത് ഞാൻ പലയാവർത്തി പറയുകയാണെങ്കിൽ കൂടിയും ഈ തെക്കേ ഗോപുരനടയ്ക്ക് മുന്നിൽ നിൽക്കുന്ന രാമന്റെ ചെമ്പൂക്കാവ് ഭഗവതിയുടെയോ അല്ലെങ്കിൽ ഏത് തിടംപേറ്റിയ രാമനാണെങ്കിലും ഈ തെക്കേ ഗോപുരനടയ്ക്ക് പിന്നിൽ അല്ലെങ്കിൽ മുന്നിൽ നിൽക്കുന്ന അതിന്റെ പല ഇടുപ്പുകൾക്ക് മുന്നിൽ നിൽക്കുന്ന രാമൻ വല്ലാത്തൊരു ഇടുപ്പുള്ള കാഴ്ചയാണ്. ആ കാഴ്ച അത് കണ്ടാലും മതിവരാത്ത, വായിച്ചാലും തീരാത്ത പുസ്തകം എന്ന് പറയുന്ന പോലെ കണ്ടാലും മതിവരാത്ത ഒരു കാഴ്ച തന്നെയാണ്. രാമൻ എന്നുള്ള ഒറ്റവിളികളിൽ ഇവിടെ മുഖരിതമാകുന്നു. രാമനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ആളുകൾ ഇപ്പോഴും അവിടെ നിന്ന് വരും. നോക്കൂ, അങ്ങോട്ടേക്ക് നോക്കൂ. അവിടെ നമ്മൾ നേരത്തെ വരുമ്പോഴേക്കും ഈ പൂരപ്പറമ്പിലേക്ക് കാര്യമായ ആളുണ്ടായിരുന്നില്ല. ഈ പറയുന്ന തെക്കേ ഗോപുരനടയ്ക്ക് തൊട്ട് മുമ്പിൽ മാത്രമായിരുന്നു രാമനെക്കാളുള്ള ആള്. ഇപ്പോൾ നോക്കി അങ്ങോട്ടേക്ക് ആ റോഡിന്റെ അങ്ങേയറ്റം, ബാരിക്കേഡിനും അങ്ങേയറ്റം, റോഡിന്റെ അങ്ങേയറ്റത്തേക്ക് രാമനെ ഒരു നോക്കി കാണാൻ അതാണ് രാമൻ എഫക്ട് എന്ന് കൃത്യമായി പറയാം, രാമൻ ഇമ്പാക്ട് എന്ന് കൃത്യമായി പറയാം. അപ്പൊ അങ്ങനെ രാമൻ എഫക്റ്റിൽ ഒരു 10 മിനിറ്റ് ഒരു അരമണിക്കൂർ മുമ്പ് അത്രയധികം ആളില്ലാതിരുന്ന പൂരപ്പറമ്പിലേക്ക് നിറയെ ആളുകൾ, ആയിരക്കണക്കിന് നൂറുകണക്കിന് ആളുകൾ തിങ്ങി വരുന്ന കാഴ്ച അതൊരു പക്ഷേ അത് രാമനെ കൊണ്ട് മാത്രം സാധ്യമാക്കുന്ന ഒരാൾക്കൂട്ടം ഉണ്ടാക്കലാണ് എന്ന കാര്യം ഉറപ്പായും പറയാം. രാമൻ എവിടെ ഇറങ്ങിയാൽ രാമന് ചുറ്റും ഒരാൾക്കൂട്ടം, ഒരു പുരുഷാരം ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അത് രാമൻ ഇപ്പോൾ തുടങ്ങിയതല്ല, രാമന്റെ പോയ കാലങ്ങൾ തുടങ്ങിയതാണ്. 84 മുതൽ തുടങ്ങിയ, അതിനുശേഷം 90 മുതൽ തുടങ്ങിയ, അതിനുശേഷം ഈ രാമ വിളിക്കുക രാമന് കേജൊക്കെ വിളിച്ചുകൊണ്ട് രാമനെ കൽപ്പിച്ചുകൊണ്ട് ആൾക്കാർ ഇവിടെ നിൽക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് രാമൻ ഇപ്പോൾ തുടങ്ങിയതല്ല. ഇത് രാമന്റെ ആയുഷ്കാലം കൊണ്ട് നേടിയെടുത്ത ആദരവാണ് എന്ന് ഉറപ്പായും പറയാം. അത് ഈ പറയുന്ന 84 തുടങ്ങി, അതിനുശേഷം ഇവിടെ പൂരവിളംബരത്തിന് നെയ്തലക്കാവിലും ഏറ്റുകൊണ്ട് ഇവിടെ ഈ തെക്കേ ഗോപുരനിലത്ത് തള്ളി തുറന്നിരുന്ന ഒരു മനോഹര കാലം. അന്ന് തെക്കേ ഗോപുരങ്ങളുടെ തള്ളി തുറക്കൽ ഒരു മിനി പൂരം പോലെ ആവുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിനുശേഷം കുറെ നാൾ അതുണ്ടായില്ല. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ പറയുന്ന ഓരോ ഭഗവതിമാരുടെ ഭാഗമായി, എഴുന്നള്ളത്തിന്റെ ഭാഗമായി രാമൻ പൂരത്തിന്റെ ഒഴിവാക്കാൻ കഴിയാത്ത ഘടകമായി മാറി. രാമനുണ്ടോ എന്ന ചോദ്യം ഏതെങ്കിലും തവണ ഉണ്ടാക്കിയാൽ രാമൻ ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാൻ പൂരമാരാധകർ, രാമനാരാധകർ ഉറപ്പിക്കുന്ന കാഴ്ച നമുക്കറിയാം. നമുക്ക് ഇടയ്ക്ക് ഒരു തവണ രാമൻ ഉണ്ടാകുമോ എന്ന് ആശങ്ക ഉണ്ടാവുകയും വലിയ ആശങ്കയ്ക്കൊടുവിൽ രാമൻ ഇറങ്ങുകയും അതൊരു മാസ് എൻട്രി ആവുകയും ചെയ്ത കാഴ്ച നമ്മൾ കണ്ടതാണ്. മാസ് എൻട്രി ഒരു തവണയല്ല, രാമൻ എപ്പോഴൊക്കെ പൂരത്തിലേക്ക് കയറിയാലും അത് ഒന്നൊന്നര മാസ് എൻട്രിയാണ് എന്ന് ഉറപ്പായും പറയാം. മാസ് എൻട്രി പൂർത്തിയാക്കിയ രാമൻ അവിടെ നിൽക്കുകയാണ്. അവിടെ ശാന്തനായി ചെവികളാട്ടി അവിടെ അങ്ങനെ നിൽക്കുകയാണ് രാമൻ. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ അപ്പുറവും ഇപ്പുറവും ഓരോ ആനകൾ കൂട്ടിനുണ്ട്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ അവിടെ നിൽക്കുന്നു. അതിനുശേഷം പതിയെ അങ്ങോട്ടേക്ക് മേളപ്രമാണങ്ങളുടെ അകമ്പടിയോടെ പതിയെ രാമൻ പുറത്തേക്ക് പോകുന്ന കാഴ്ചയാകും ഒരുപക്ഷെ ഇനി കാണാൻ. അല്പസമയോടെ നിൽക്കുകയാണ്. ഇവിടെ താളമേളങ്ങൾ കൊട്ടിമുറുകയാണ്. താളമേളങ്ങൾക്കൊപ്പം രാമനാരാധകരുടെ, പൂരമാരാധകരുടെ ആവേശം ആകാശത്തോളം ഉയരുന്ന കാഴ്ച നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് നേർക്കുനേർ തൊട്ടറിയാൻ കഴിയുന്നുണ്ട്. അനുജ, ഇവിടെ നിൽക്കുമ്പോൾ കൊടും ചൂടാണ് എന്ന് പറഞ്ഞാൽ വലിയ ചൂടാണ്. ആ ചൂടിനെയും ഒരു തരിമ്പ് പോലും ഇവിടെ നമ്മൾ രാമന് വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെ കാഴ്ച നമ്മൾ നേരത്തെ കണ്ടതാണ്. രാമന് വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെ കാഴ്ചയിൽ ഏകദേശം 1.5 മണിക്കൂർ ഇവിടെ നിൽക്കേണ്ടി വരുന്നുണ്ടായിരുന്നു. ആ കൊടും വെയിലിൽ 1.5 മണിക്കൂർ നിൽക്കേണ്ടി വരുന്ന സമയത്തും രാമനിലേക്ക് നമ്മൾ കുറച്ചുകൂടി അടുത്തെടുത്ത് പോവുകയാണ്. എത്രത്തോളം രാമനിലേക്ക് അടുക്കുന്നു അത്രത്തോളം രാമൻ കാഴ്ച അതങ്ങനെ മനോഹരമായി, അതങ്ങനെ ഗംഭീരമായി വരും. രാമൻ പുറത്തേക്കുള്ള ഇറങ്ങാണ്. അവിടെ പോലീസ്, അവിടെ കർശന നിയന്ത്രണം, അവിടെ കർശനമായി പോലീസ് നിയന്ത്രിക്കുന്നുണ്ട്. മൂന്നാനകൾക്ക് നടുവിൽ ഏകഛത്രാധിപതിയായി ഒരേ ഒരു രാമരാജനായി രാമൻ പുറത്തേക്ക് ഇറങ്ങുന്ന
ഇറങ്ങുന്ന കാഴ്ച ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്. നേരത്തെ നമ്മൾ ഈ രാമൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയ്ക്ക് വേണ്ടി ഇവിടെ നിൽക്കാൻ 1.5 മണിക്കൂറെ നിൽക്കുകയാണ്. നമുക്കൊക്കെ വലിയ വെയിലുള്ളപ്പോഴും ഏതെങ്കിലും തരത്തിൽ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന കുഞ്ഞു കുട്ടികളടക്കമുള്ളവർ ഒരു തരിമ്പ് പോലും ഒരു കാലൊന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ ആക്കിയിട്ടില്ല. ചൂട് അവരെ ബാധിക്കുന്നില്ല. ഈ പറയുന്ന സൂര്യന്റെ പൊള്ളിക്കുന്ന വേനൽ ചൂട്, കൊടും ചൂട്, മേടച്ചൂട് അവരെ ബാധിക്കുന്നതേയില്ല. രാമാവശ്യമുള്ളവരെ ബാധിക്കുന്നതേയില്ല എന്നാണ് യാഥാർത്ഥ്യം, എന്നതാണ് കാഴ്ച. പൂരം പുരുഷാരം എന്ന് പറയുന്ന മട്ടിൽ ഒരുപക്ഷെ ഈ പൂരത്തിൽ നമ്മൾ ഇതുവരെ കണ്ട ഏറ്റവും വലിയ പുരുഷാരം, ഏറ്റവും വലിയ ആൾക്കൂട്ടം. നമ്മൾ നേരത്തെ അപ്പുറത്ത് മൂലസ്ഥാനത്തൊക്കെ പോകുമ്പോൾ കാണാത്ത രീതിയിലുള്ള വലിയ ആൾക്കൂട്ടം. പൂരം അതിന്റെ പൂർണ്ണമായ ട്രെൻഡിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതിന്റെ ഒരു ചെറിയ പ്രൗഢി പ്രശ്നം, ഒരു ചെറിയ പൊലിവ് പ്രശ്നം നമ്മൾ പറഞ്ഞിരുന്നു. അതൊക്കെ ഒരുപക്ഷെ മാറുകയാണോ എന്ന് സംശയം. അതൊരു പക്ഷെ മാറുന്നു. പൂരം അതിന്റെ പരമാവധി പ്രൗഢിയിലേക്ക് രാമനെത്തുമ്പോഴേക്കും, രാമൻ എഫക്ട്, രാമൻ ഇമ്പാക്ട് എന്ന് എത്തുന്ന രീതിയിൽ രാമനെത്തുമ്പോഴേക്കും ആ കളി മാറുന്നു. പൂരനഗരി വീണ്ടും നിറയുന്നു. ഏതെങ്കിലും തരത്തിലുള്ള പൊലിമക്കുറവുണ്ടെങ്കിൽ, പ്രൗഢി കുറവുണ്ടെങ്കിൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ആയിരങ്ങൾ ആ പൂരനഗരിയിലേക്ക് ഒഴുകിയെത്തുന്നു. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്നുള്ള ആ നെയിം ലോക്കറ്റ്, അതിന് തൊട്ടുമുകളിൽ ഒരു കഥകളി രൂപം, അത് നെറ്റിപ്പട്ടം, അതിനുമുകളിൽ ചെമ്പൂക്കാവ് ഭഗവതി, ഈ പറയുന്ന മാല ഒക്കെ മനോഹരമായ കാഴ്ചയാണ്. ഓരോന്നോരോന്ന് കണ്ടെന്നാലും മനോഹരമായ കാഴ്ച. എത്ര തവണ കണ്ടാലും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.